മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनवते हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजतनुजे नित्ये निशुम्भापहे ശുംഭധ്വംസിനി സംഹരാ സുദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മഹാത്മ്യത്തിൽ തുടരുകയാണ്. ദേവിയുടെ സ്തുതി ദേവന്മാരൊക്കെ കൂടിയിട്ട് ഈ ശുംഭന്മാരുടെ ഇതുകൊണ്ടുള്ളതായിട്ട് വിഷമം കൊണ്ട് അതിൽ നിന്ന് രക്ഷ കിട്ടുന്നതിന് വേണ്ടി ദേവിയെ തന്നെ സമീപിക്കാനായിട്ട് അവിടെ ഹിമാലയത്തിൽ ചെന്നു ദേവിയെ സ്തുതിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു. ആ സ്തുതി തുടരുകയാണ്. അതിസൗമ്യ അതിരൗദ്രായൈ നതാസ്തസ്യൈ നമോ നമഃ നമോ ജഗത്പ്രതിഷ്ഠായൈ ദേവ്യൈ ഭൂത്यै നമോ നമഃ. അതിസൗമ്യ അതിരൗദ്രായൈ, അതിസൗമ്യയും അതിരൗദ്രയും ആയിട്ടുള്ളതായ ദേവിക്ക് നമസ്കാരം എന്നാണ്. അത്യധികം സൗമ്യ ആണ്, അതായത് ഭക്തന്മാരുടെ അടുത്ത് ഏറ്റവും സൗമ്യ സ്വരൂപമാണ് ദേവിക്കുള്ളത്. എന്നാൽ ദുഷ്ടന്മാരുടെ അടുത്തോ അത് അതിരൗദ്രമായിട്ടുള്ള സ്വഭാവം രൂപമാണ് ദേവിക്കുള്ളത് എന്നുള്ളതാണ്. അതാണ് അതിസൗമ്യയും അതിരൗദ്രയും ആയിട്ടുള്ളതായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. ദുഷ്ടന്മാരോട് രൗദ്രഭാവവും സജ്ജനങ്ങളോട് സൗമ്യഭാവവും ഉള്ളതാണ് ദേവി എന്നർത്ഥം. അങ്ങനെയുള്ളതായിട്ട് ദേവിക്ക് നമസ്കാരം. നതാസ്തസ്യൈ നമോ നമഃ തസ്യൈ നതാഹ, ആ ദേവിക്കായിക്കൊണ്ട് അപ്രകാരമുള്ളതായിട്ടുള്ള ദേവിക്കായിക്കൊണ്ട് നമഃ നമസ്കാരം. നമോ നമഃ വീണ്ടും വീണ്ടും നമിക്കുന്നു എന്ന്. നതാഹ ഞങ്ങൾ നതന്മാരായിരിക്കുന്നു, ഞങ്ങൾ നമിച്ചവരായിരിക്കുന്നു എന്നർത്ഥം. തസ്യൈ നതാഹ ആ ദേവിക്കായിക്കൊണ്ട് ഞങ്ങൾ നമിച്ചവരായിരിക്കുന്നു. നമോ നമഃ നമസ്കാരം നമസ്കാരം എന്ന്. ഇനി നമോ ജഗത് പ്രതിഷ്ഠായൈ ജഗത്തിന് മുഴുവൻ പ്രതിഷ്ഠയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. അതായത് ലോകത്തിൻ്റെ മുഴുവൻ പ്രതിഷ്ഠ ആണ് പ്രകൃതി എന്നുള്ള സങ്കല്പമാണല്ലോ. അപ്പോൾ ജഗത്തിന് മുഴുവൻ പ്രതിഷ്ഠയായിട്ടുള്ള ദേവിയോട്, ആ ദേവിയാണ് എല്ലാറ്റിനും ആധാരം എന്നുള്ളതാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. ദേവ്യൈ ഭൂത്यै നമോ നമഃ ദേവ്യൈ പ്രകാശസ്വരൂപയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. ഭൂത്यै ഭൂതി സ്വരൂപയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. അതായത് ഐശ്വര്യരൂപയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം എന്ന്. യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി യാതൊരു ദേവിയാണോ സർവഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും എല്ലാ ജീവജാലങ്ങളിലും വിഷ്ണുമായ ഇതി ശബ്ദിത വിഷ്ണുവിൻ്റെ മായ എന്ന് പറയപ്പെടുന്നത്. അതായത് എല്ലാ ഭൂതങ്ങളും വിഷ്ണുവിൻ്റെ ഈ മായ എന്ന് പറയുന്നത് ഈ ദേവി ദുർഗാദേവി തന്നെയാണ് മായ എന്നുള്ളതാണ്. അപ്പോൾ ഈ മായയിൽ കൂടി ദേവിയിൽ കൂടി പ്രകൃതിയിൽ കൂടി ഒക്കെ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ആധാരമായിട്ട് ആക്കുന്നത് വിഷ്ണു തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. അപ്പം അങ്ങനെ ആ വിഷ്ണുവിൻ്റെ മായാരൂപിയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം എന്ന്. വിഷ്ണുമായേതി ശബ്ദിത വിഷ്ണുമായ എന്ന് പറയപ്പെടുന്നത് യാതൊരു ദേവിയാണോ ആ ദേവിക്ക് നമസ്കാരം. തസ്യൈ നമഃ തസ്യൈ നമഃ തസ്യൈ നമഃ എന്ന്. നമസ്തസ്യൈ 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 നമോ നമഃ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഇനി എല്ലാ 5-6 ശ്ലോകങ്ങളിൽ തന്നെയാണ് ആവർത്തിച്ച് പറയുന്നുണ്ട്. നമസ്തസ്യൈ 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 നമോ നമഃ എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇനി അടുത്തത് യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും എല്ലാ ജീവജാലങ്ങളിലും ശക്തിരൂപേണ സംസ്ഥിത ശക്തിരൂപമായിട്ട് വർത്തിക്കുന്നതായിട്ടുള്ള ആ ദേവി യാതൊരു ദേവിയാണോ ശക്തിരൂപയായിട്ട് വർത്തിക്കുന്നത്. ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വിധത്തിലുണ്ട് എന്നുള്ളതാണ്. അതായത് ദേവി തന്നെയാണ് പാർവതിയായിട്ടും സരസ്വതിയായിട്ടും ഗൗരിയായിട്ടും ലക്ഷ്മി ശ്രീഭഗവതിയായിട്ടും വർത്തിക്കുന്നത് ഒരേ ദേവി തന്നെയാണ്. 3 ഭാവങ്ങൾ
നേരത്തെ പറഞ്ഞു ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് ഒക്കെ ഒന്ന് തന്നെയാണ്, ഒരേ പരമാത്മാവ് തന്നെയാണ് ശിവനുമായിട്ടും വിഷ്ണുവായിട്ടും ബ്രഹ്മാവായിട്ടും വർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. അതേമാതിരി ഈ ലക്ഷ്മി ഭഗവതിയായിട്ടും പാർവതിയായിട്ടും സരസ്വതിയായിട്ടും വർത്തിക്കുന്നത് ഒരേ ദേവി തന്നെയാണ് എന്നുള്ളതാണ്. ആ ശക്തി അത് ജ്ഞാനശക്തിയാണ് ആര്? സരസ്വതി. സരസ്വതിയായിട്ട് വർത്തിക്കുന്നതും ഐശ്വര്യ ആയിട്ടുള്ള ശക്തിയാണ് ശ്രീഭഗവതി. ആ ശ്രീഭഗവതിയായിട്ട് വർത്തിക്കുന്നതും പിന്നെ ശ്രീപാർവതിയായിട്ട് വർത്തിക്കുന്നതും ഒക്കെ മൂന്ന് ശക്തികളായിട്ട് വർത്തിക്കുന്നത് ദേവി തന്നെയാണ് എന്നുള്ളതാണ്. ശക്തി രൂപേണ വർത്തിക്കുന്നതായിട്ടുള്ള ആ എല്ലാ ഭൂതങ്ങളിലും എല്ലാ ജീവജാലങ്ങളിലും സരസ്വതിയായിട്ടും പാർവതിയായിട്ടും ശ്രീഭഗവതിയായിട്ടും ശക്തികളുടെ രൂപമായിട്ട് വർത്തിക്കുന്നതായിട്ടുള്ള ആ ദേവിക്ക് നമസ്കാരം എന്ന്, അതായത് നമസ്കാരം പറയണം. ഇനി അതുമാരെ യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി, യാതൊരു ദേവിയാണോ സർവഭൂതേഷു എല്ലാ ജീവജാലങ്ങളിലും ബുദ്ധിരൂപേണ ബുദ്ധിയായിട്ട് വർത്തിക്കുന്നത്, സർവജാലങ്ങളുടെയും ബുദ്ധിശക്തി ആയിട്ട് വർത്തിക്കുന്നത് അതും ദേവി തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ കർമ്മങ്ങൾക്കൊക്കെ സാത്വികമായിട്ടും രാജസമായിട്ടും താമസമായിട്ടുമുള്ളതായിട്ടുള്ള പ്രവൃത്തികളുണ്ട്. ആ പ്രവൃത്തികൾക്കൊക്കെ വേണ്ട വിധത്തിലുള്ളതായിട്ടുള്ള ബുദ്ധി നൽകിക്കൊണ്ട് വർത്തിക്കുന്നതായിട്ടുള്ള ദേവി, ആ ദേവിക്ക് നമസ്കാരം എന്നുള്ളതാണ്. ബുദ്ധി കൊണ്ടുള്ളതായിട്ടുള്ള പ്രവൃത്തികളാണ് സാത്വികമായിട്ടുള്ള ബുദ്ധി. മറ്റത് രാജസമായിട്ടുള്ള പ്രവൃത്തികൾക്ക് ചെയ്യാനുള്ളതായിട്ടുള്ള ജ്ഞാനത്തിനുള്ളതായിട്ടുള്ള ശക്തി, അതാണ് സാത്വികം. കർമ്മങ്ങൾ ചെയ്യാനുള്ളതായിട്ടുള്ള ബുദ്ധി, അതാണ് രാജസബുദ്ധി. താമസബുദ്ധി എന്ന് പറയുമ്പോൾ അല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള താമസമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ളതായിട്ടുള്ള ശക്തി, അതാണ് താമസബുദ്ധി എന്ന് പറയുന്നത്. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ളതായിട്ടുള്ള ശക്തിയായിട്ട് വസിക്കുന്നതായിട്ടുള്ള ആരാണോ, ഏത് ശക്തിയാണോ മൂന്ന് തരത്തിലുള്ളതായിട്ട് ശക്തികളായിട്ട് വർത്തിക്കുന്നത് ആ ദേവിക്ക് നമസ്കാരം എന്ന്. യാ ദേവി സർവഭൂതേഷു സൃഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഈ സൃഷ്ടിരൂപേണ വർത്തിക്കുന്നതായിട്ടുള്ള ദേവി, ഭൂതങ്ങളിലും എല്ലാ ജീവജാലങ്ങളിലും സൃഷ്ടിരൂപേണ വർത്തിക്കുന്നതായിട്ടുള്ള ദേവിക്ക്, സൃഷ്ടിരൂപം എന്ന് പറഞ്ഞാൽ സർഗം തന്നെ, സൃഷ്ടി എന്ന് പറയും സർഗമാണ്. അതും സാത്വികം രാജസം താമസം എന്നുള്ളതായിട്ടുള്ള മൂന്ന് വിധത്തിലുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള ദേവിക്ക് മൂന്ന് രൂപത്തിലും ഉള്ളതായിട്ടുള്ള സൃഷ്ടി നടത്തുന്നതായിട്ടുള്ള ദേവിക്ക്, ആ സൃഷ്ടി രൂപമായിട്ട് വർത്തിക്കുന്നതായിട്ടുള്ള ദേവിക്ക് നമസ്കാരം എന്ന്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.